ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മൾ യൂട്യൂബിൽ ഒരു വ്ളോഗ് ഇടാൻ തന്നെ വിചാരിച്ചു. വേറെ ഒന്നല്ല, ഭയങ്കര വെളിച്ചാണ് കേട്ടോ. ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗന്തിങ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, മലേഷ്യയിൽ ഗന്തിങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ഇരുന്ന് ഫുള്ളായിട്ട് നിങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇവിടെയൊക്കെ എടുക്കുന്ന ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. ഇവിടെ ഈ ഒരു ഫ്ലാറ്റിൽ ഒരുപാട് വണ്ടികൾ, നമ്മൾ നിൽക്കുന്ന ഫ്ലാറ്റിൽ അവിടെ നമുക്ക് കുറേ വണ്ടികൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഇവ കലക്കേണ്ടത് ഒന്ന് കുറച്ച് വണ്ടികളുണ്ട്. കാട്ടി മുട്ടാനായിക്കണം. ഇനി ഗന്തിങ്ങിലെത്തിയിട്ട് നമുക്ക് വിശേഷങ്ങൾ കാണാം. ഒരുപാട് സർപ്രൈസ്ഡ് ആയിട്ടുള്ള വിഷയങ്ങളുണ്ട്, നമുക്ക് കാണാട്ടാ. നമ്മളങ്ങനെ ഇവിടുത്തെ ഗന്തിങ്ങിലുള്ള നമ്മളെ ഈ ഒരു മാളിൽ കയറിയിരിക്കുകയാണ്. ഞാൻ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, ഇപ്പോഴൊന്നുമല്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ളതാണ്. ദെൻ ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം വീണ്ടും വന്നിട്ടുണ്ട്. കാണാൻ പറ്റും ഇതാട്ടോ. ഇവിടെ ടീഷർട്ടൊക്കെ ഈ ഗന്തിങ്ങിൽ നിന്ന് വാങ്ങി കണ്ടില്ലേ. നമുക്ക് നോക്കാം ഇവിടുത്തെ കാഴ്ചകളൊക്കെ. ഇതെന്താണ് ഇവിടെ? എന്താ സെൽഫ് ഫോട്ടോ ബൂത്ത്. ഇവിടെ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലത്തേനേക്കാട്ടൊക്കെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് സംഭവം മനസ്സിലായ നമ്മൾ സെൽഫായിട്ട് ഫോട്ടോ എടുക്കുന്ന സംഭവം. ക്യാമറ ഇവിടെ, ക്യാമറ കണ്ട ലുക്ക് ഹിയർ. ഇവിടെ നിൽക്കുക, ബാക്ക്ഗ്രൗണ്ട് എന്താ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട്, സോറി ഗൈസ് ഞാനത് കാണിക്കാൻ പറഞ്ഞു. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇതൊക്കെ കണ്ടില്ലേ, ഇത് BTS ടീംസ് ഒക്കെ ഉണ്ട് അവിടെ. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാം, നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കാം. ഇതാണ് സംഭവം, സെൽഫ് ഫോട്ടോ. ഒരുപാട് കണ്ടില്ലേ. നമ്മൾ മലേഷ്യയിലുള്ളവരൊക്കെ വളരെ ഭക്ഷണ പ്രേമികളാണ്, മനസ്സിലായില്ലേ. ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഞാൻ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇവരൊക്കെ ഒരു ജ്യൂസാണ് കുടിക്കുക. ഇവന്മാരൊക്കെ ഒരു ജ്യൂസ് കുടിക്കുക. അന്നത്തെ ജീവിതം എന്ന് പറയുന്നത് അത്ര ഉള്ളവരെ. നമ്മുടെ നാട്ടിലാണെങ്കിലാണ് നല്ല പൊറോട്ടൊക്കെ കഴിച്ച് ബീഫ് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇങ്ങനെ നടക്കാറുണ്ട്. ഇവന്മാരൊക്കെ ചെറുത് വല്ല ലഘു കഴിച്ചിട്ട് ബാക്കി പൈസ കൊണ്ടേ ഇടും. പക്ഷേ നമ്മുടെ ജീവിതം തന്നെയല്ലേ ഏറ്റവും നല്ലത്, പൈസ പൊട്ടിക്കാനുള്ളതല്ലേ അല്ലേ. നമ്മുടെ മാളിൻ്റെ പേര് ഗന്തിങ് ഹവാന എന്നാണ്. നമുക്ക് എന്തായാലും അടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ സ്കൈവേയിൽ കയറാൻ പോവുകയാണ്. വിശേഷങ്ങൾ ഒരുപാടുണ്ട്, കാണാം. എനിക്കാണെങ്കിൽ ക്യാമറയെ നോക്കി സംസാരിക്കാറില്ല. എനിക്കാണെങ്കിൽ എൻ്റെ മുഖത്തിന് നോക്കി ഇങ്ങനെ തല തിരിച്ച് സംസാരിക്കും. പക്ഷെ ഇങ്ങനെ സംസാരിക്കണോ, ഇങ്ങനെയാണോ പിടിക്കുക? പിടുത്തല്ലട്ടോ സ്കൈവേ എന്ന് പറയും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. നമുക്ക് എന്തായാലും ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. മലേഷ്യ മുഴുവൻ, മലേഷ്യയുടെ ആ ഒരു ഭംഗി നമുക്ക് സ്കൈവേയിൽ പോയി കാണാം. കാണല്ലേ കാഴ്ചകളെല്ലാം. അടിയിൽ കണ്ടില്ലേ, നമുക്ക് മലേഷ്യ മുഴുവനായി കാണാം, വണ്ടികൾ കാണാം. ശരി, അവിടെ പോയിട്ട് വണ്ടി തിരിയും. ഇവിടെ മേലെ ഏറ്റവും മേലെ എത്തിക്കണ്ടില്ലേ, കോട വന്നു തുടങ്ങി. ഇതാണ് ഗന്തിങ് എന്ന് പറയുന്നതിന്റെ ഭംഗി. നമ്മൾ ഊട്ടി വൈബാണ്. ഇവിടെ നമുക്കൊരു സാധനം കാണിച്ചു തരാം. ഒറ്റ നോക്ക്, ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കണ്ട. ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര ഫുൾ കോട. ഇവിടെ അവസാന ഭാഗത്തു നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് കാണാം ബാക്കിൽ ഫുള്ള് കോടയാണ്. ഇനി നമുക്ക് ഈ ഒരു മാളാണ്, വലിയൊരു മാളാണ്. പിള്ളേർക്കൊക്കെ പഠിക്കാനല്ല, സോറി ഗൈസ്, കളിക്കാൻ പറ്റിയിട്ടുള്ളൊരു മാളാണ്. പരിചയപ്പെടാം. കണ്ടില്ലേ, അവിടെ നേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള തന്നെയുള്ളൊരു സ്ഥലമാണ്. മലയാളികൾ ഒരുപാട് ഇപ്പോൾ മലേഷ്യയിൽ വരുന്നുണ്ട്. ഒരുപാട് പാക്കേജുകളുണ്ട്. നമുക്ക് പിന്നെ പാക്കേജ് ഒന്നുമില്ല, അതുകൊണ്ട് ഒരുപാട് മലയാളികളെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ. കണ്ണൂരിൽ നിന്നും ഇത്തെ പൂരപ്പറമ്പിലൊക്കെ വെക്കണ അതേ സംഭവം നല്ല അടിപൊളി മിനിക്ക് സെറ്റ് ചെയ്തിട്ട് ഇവിടെ കുറേ കപ്പൊക്കെ വെച്ചിട്ട് ബോളറിയില്ല. നമ്മളവിടെയാണെങ്കിൽ പൂരപ്പറമ്പിലൊക്കെ സെറ്റ് ചെയ്യും. ഇവരത് ഭയങ്കര ക്ലാസിക്കൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. കാണിച്ചു തരട്ടാ സംഭവം. ഇതാണ്ടാ നല്ല അടിപൊളിയായിട്ട് അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, പഴങ്ങളെ വെച്ചിരിക്കുന്നു ഇവിടെ. എന്താണോ ഇതിന്റെ അപ്പുറം കുറച്ച് ബാസ്കറ്റ് ബോൾ ഉണ്ട്, അത് അതിന്റെ അപ്പുറം എറിയാം. പക്ഷെ അവരെല്ലാം ഡിസൈൻ ചെയ്ത് നോക്കിയേ, എല്ലാത്തിലും ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്. ഈ ബിസിനസ്സിനൊക്കെ നല്ല രീതിക്കുള്ള ഒരു ഇതുണ്ട്. അത് ചെയ്യണ ആളെ തന്നെ നോക്കിയേ എന്താ ലുക്ക്. നമ്മൾ ഇതിലൊക്കെ കയറണം എന്നുണ്ടെങ്കിൽ വെറുതെ കയറ്റില്ല, ടിക്കറ്റ് എടുക്കണം. സോ നമുക്ക് ടിക്കറ്റ് തന്നെ എടുക്കാം. ഫസ്റ്റ് ഇതുപോലെ കൈ കെട്ടണോട്ടാ, ഓരോന്ന് കൈ കെട്ടി കൊടുക്കണം. അപ്പൊ നമ്മൾ ഈ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മൾ കാറാണ് ഓടിക്കാൻ പോണത്. കാറിൽ ഞാൻ പണ്ടേ പോലെ, നമ്മളിപ്പോൾ വയനാട്ടിൽ നിന്ന് പഠിച്ചില്ലായിരുന്നാണ്. സോ നമുക്ക് എൻ്റെ ഡ്രൈവിങ് കുറച്ച് കാണാം. സത്യം പറഞ്ഞാൽ നമുക്കിതിൽ കയറാൻ പറ്റില്ല, അത് കുട്ടികളെയാണ്. പക്ഷേ ഇതാ ഇവനുള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. താങ്ക് യു ഈശ. നമുക്കിതിൽ കയറാം, ട്രൈ ചെയ്ത് നോക്കാം. പിള്ളേരൊക്കെ കുതിരമ്പലാണ്ടാ, അവന്മാരവിടെ സേഫായി. ഞാനാണെങ്കിൽ ഇതാ നമുക്ക് ഇങ്ങനെ ഒരു വണ്ടി തന്നിട്ടുണ്ട്, ഇവിടെ ഇരിക്കാനാ പറഞ്ഞില്ല. അതിന്റെ ബാക്കിൽ ഒരു അട്ടാറ കേൾക്കണില്ലേ, ആ സാധനത്തിൽ കയറി. പക്ഷെ ഫോൺ അലൗഡ് ആയിരുന്നില്ല. കയറി നോക്കുമ്പോണ്ടല്ല സാധനം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നിർത്താൻ നിൽക്കും.
അതിന് നമ്മള് വിളിക്കാത്ത പതിരികളില്ല, അമ്മാതിരി സീനാണ്. ഇപ്പൊ അതൊന്ന് മാറ്റാൻ വേണ്ടി ഞാനും ഹലോ ഹായ് പറ. ആ ഞങ്ങൾ ചെറിയൊരു ട്രെയിനിങ് കളിക്കണ്ട, ട്രെയിൻ ആകുമ്പോൾ ആ ഒരു ഇത് മാറാൻ. പക്ഷെ എനിക്ക് വലിയ പേടിയുണ്ടായി കേട്ടോ, അവിടെയുള്ള പെണ്ണുങ്ങളൊക്കെ കരഞ്ഞിരുന്നു. നമുക്ക് എന്ത് നമ്മൾ കയറിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു എന്താ പറയാ, ഈ റൈഡുകളല്ലാതെ നമുക്ക് ഈ ഒരു ഫുള്ള് പരിപാടികൾ കാണാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. അതിനാണ് കയറിയിട്ടുള്ളത്. നമുക്ക് അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കാണാം, പിള്ളേർക്കും പറ്റും കാണാം. നമുക്ക് ഇവൾക്കൊക്കെ വേണ്ടിയിട്ടാണോ നമ്മൾ ഇതിലൊക്കെ കയറുന്നത്. ഹായ് അപ്പോൾ അങ്ങനെയാണ് സംഭവം. അങ്ങനെ നമ്മൾ ഇതിൻ്റെയൊക്കെ പ്രകൃതി ആസ്വദിച്ച് നല്ല രീതിക്ക് ഗെയിമൊക്കെ കളിച്ചുകൊണ്ട് നമ്മളെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ കുറേ ഭാഗങ്ങളൊക്കെ ഇതിൽ നിന്ന് മിസ്സായും പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബൈ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.